കേൾക്കുന്ന ആളുകൾ നമ്മൾ പറയുന്നതാണ് മനസ്സിലാക്കുന്നതെന്നൊക്കെ നമ്മൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റും. കാരണം ഇത് ഓരോന്നും സ്വീകരിക്കുന്നതിന് ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ലോകവും ഓരോന്നും പറയുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ലോകവും ഒക്കെ വ്യത്യസ്തമാണ് ലോകത്ത്. ശരിയല്ലേ? ശരിയാണ് സ്വാമിജി. എനിക്ക് വേണമെന്ന് പറയുവാനും എനിക്കത് നേടുവാനും എൻ്റേതാക്കുവാനുമുള്ള സ്വാതന്ത്ര്യത്തിനുള്ള മത്സരം മാത്രമേ ലോകത്ത് നടക്കുന്നുള്ളൂ. അതെ സ്വാമിജി. എനിക്ക് വേണ്ട എന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ സാധ്യതകൾ വളരെ കുറവാണ്. ഇവിടെയാണ് ഊർജ്ജദായക ശക്തിയുടെ പ്രശ്നങ്ങളുള്ളത്. സ്വാതന്ത്ര്യത്തിൻ്റെ വികാസ പരിണാമങ്ങളിലൂടെ പോകുമ്പോഴെല്ലാം ആശയുടെ സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമായിരുന്നത്. ആഗ്രഹങ്ങൾ അവനെ അസ്വതന്ത്രമാക്കുന്നതിൻ്റെതാണ് അവൻ വ്യാമോഹിക്കുന്ന സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം ആശയ്ക്കാണ്, അവനല്ല. നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ അന്യതാകാമത്തിൻ്റെ ഒരു വഴിയിലായിരുന്നു. നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. നമ്മൾ നേരത്തെ പറഞ്ഞു യഥാകാമം, അതെ, വേണ്ടതുപോലെയുള്ള ആഗ്രഹം. എന്താണ് ഈ വേണ്ടതുപോലുള്ള ആഗ്രഹം എന്ന് ശ്രദ്ധിച്ചാൽ, പറയൂ സ്വാമിജി. ഒരു കോശത്തിന് രണ്ടാകണം. അതിന് ചില ആഹാരങ്ങൾ അനിവാര്യമാണ്. അതാണ് ഒരമ്മ ആഹരിക്കുമ്പോൾ അത് പചിച്ച് സൂക്ഷ്മമായി ഈ ഒരു കോശത്തിലേക്ക് ചെന്ന് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അമ്മ കഴിച്ച ആഹാരത്തിനകത്ത് അമ്മയുടെ കാഴ്ച, അമ്മയുടെ കേൾവി, അമ്മ ഓർക്കുന്ന പൂർവ്വ കാഴ്ചകളൊക്കെ ഈ ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശത്തിലുണ്ട്, പചിച്ച ആഹാരത്തിൽ. തീർച്ചയായും സ്വാമിജി. അതുകൊണ്ടാണ് ഈ വളർച്ചയ്ക്കൊപ്പം ഇന്ദ്രിയങ്ങളും ഒക്കെ വളർന്നു വരുന്നത്. ചിന്തകൾക്ക് സാധ്യത വളർന്നു വരുന്നത്. അതുകൊണ്ട് ഒരു അമ്മയുടെ ആഗ്രഹത്തിനും കാഴ്ചയ്ക്കും ഗർഭകാലത്ത് അതീവ പ്രാധാന്യമുണ്ട്. യഥാവിധി ആഗ്രഹിക്കുന്ന ഒരമ്മയിൽ ജനിക്കുന്ന കുഞ്ഞും യഥാവിധി അല്ലാതെ അമ്മയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞും രൂപത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും വളർച്ചയിലും വികാസത്തിലും നന്മയിലും തിന്മയിലും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെയെങ്കിൽ ആകെ വിദ്യാഭ്യാസത്തിൻ്റെ സങ്കേതം എന്താണ്? മാനവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കളരി ഏതാണ്? ആഹാരം. കോശവികാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അറിവ്, അമ്മയിൽ നിന്ന് കിട്ടുന്നത്. ഇതൊക്കെയാണെങ്കിൽ ആ കളരി എവിടെയാണ്? അമ്മയുടെ ഗർഭാശയത്തിൽ തന്നെയാണ്. അതെ. നൈസർഗികമായി അവൻ ഏത് തരം SNM കോംപ്ലക്സിൽ വെച്ച് കാര്യങ്ങളെ ഏത് തരത്തിൽ വ്യാഖ്യാനിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, ലോകത്തിന് നൽകുവാൻ, ലോകത്തു നിന്ന് സ്വീകരിക്കുവാൻ തയ്യാറായി വരുന്നത് എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമായി അമ്മയുടെ ആഗ്രഹങ്ങളാണ്. മനസ്സിലായി സ്വാമിജി.
സ്വാതന്ത്ര്യമെന്ന ഒരു സങ്കല്പം ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യം, കാമനകളുടെ സ്വാതന്ത്ര്യം, ബുദ്ധിയുടെ സ്വാതന്ത്ര്യം, ഉപഭോഗത്തിൻ്റെ സ്വാതന്ത്ര്യം, ദാരിദ്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യം, നിരോധനത്തിൻ്റെ സ്വാതന്ത്ര്യം, സ്വീകരണത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നിങ്ങനെ അനേക സ്വാതന്ത്ര്യമുണ്ട്. ഏതാണ് പരമമായ സ്വാതന്ത്ര്യം? എന്തും സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൽ വെമ്പൽ പൂണ്ടു നിൽക്കുന്ന ഒരുവന്റെ ദൃഷ്ടികോണത്തിൽ ഒന്നും സ്വീകരിക്കുവാൻ ഇഷ്ടമില്ലാത്ത, സ്വീകരിക്കാതിരിക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നവൻ വേറൊരു ലോകത്താണ് ജീവിക്കുന്നത്. തീർച്ചയായും സ്വാമിജി, രണ്ടും രണ്ട് ലോകമാണ്. അവർ തമ്മിലൊരു ആശയവിനിമയം നടത്തണമെങ്കിൽ പോലും സ്ഥാനപതികളും ദ്വിഭാഷികളും ഒക്കെ വേണ്ടി വരും. അവിടെയാണ് നമ്മൾ ഈ ചാനൽ പ്രോഗ്രാം പോലും നടത്തുന്നത്. അതെ സ്വാമിജി. കേൾക്കുന്ന ആളുകൾ നമ്മൾ പറയുന്നതാണ് മനസ്സിലാക്കുന്നതെന്നൊക്കെ നമ്മൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റും. കാരണം ഇത് ഓരോന്നും സ്വീകരിക്കുന്നതിന് ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ലോകവും ഓരോന്നും പറയുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ലോകവും ഒക്കെ വ്യത്യസ്തമാണ് ലോകത്ത്. ശരിയല്ലേ? ശരിയാണ് സ്വാമിജി. ഒന്നിനെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു ലോകമാണ് നിരോധിക്കുവാനുള്ള സ്വാതന്ത്ര്യം. എനിക്ക് വേണമെന്ന് പറയുവാനും എനിക്കത് നേടുവാനും എൻ്റേതാക്കുവാനുമുള്ള സ്വാതന്ത്ര്യത്തിനുള്ള മത്സരം മാത്രമേ ലോകത്ത് നടക്കുന്നുള്ളൂ. അതെ സ്വാമിജി. എനിക്ക് വേണ്ട എന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ സാധ്യതകൾ വളരെ കുറവാണ്. ഇവിടെയാണ് ഊർജ്ജദായക ശക്തിയുടെ പ്രശ്നങ്ങളുള്ളത്. ലോകത്തെവിടെയുമുള്ള ആഹാരം ഞാൻ ആഗ്രഹിച്ചാൽ കിട്ടാനുള്ള വ്യവസ്ഥാപിതമായ കൊടുക്ക വാങ്ങലുകളാണ് രാഷ്ട്രപുരോഗതിയുടെ അടിസ്ഥാനം. പുരോഗതിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം അതാണ്. ലോകത്തെവിടെയും പാറി നടക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമെന്ന് നാം എണ്ണുന്നത്. ഏതു വസ്തുക്കളും ലോകത്തെവിടെ നിന്നും കൊണ്ടുവരുവാൻ ഗ്രീൻ ചാനലിലൂടെ കടന്നു വരാനുള്ള സ്വാതന്ത്ര്യം പ്രതീക്ഷിച്ചാണ് നമ്മൾ വികസിക്കാൻ ഓടുന്നത്. അതെ സ്വാമിജി. മതിയെന്നു പറയാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അധികം പഠനങ്ങളില്ല. ശരിയാണ് സ്വാമിജി. സ്വാതന്ത്ര്യത്തിന്റെ വികാസ പരിണാമങ്ങളിലൂടെ പോകുമ്പോഴെല്ലാം ആശയുടെ സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമായി എണ്ണുന്നത്. ആഗ്രഹങ്ങൾ അവനെ അസ്വതന്ത്രമാക്കുന്നതിൻ്റെതാണ് അവൻ വ്യാമോഹിക്കുന്ന സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം ആശയ്ക്കാണ്, അവനല്ല. എൻ്റെ ആഗ്രഹങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആഗ്രഹിച്ച വിഷയത്തിൻ്റെ വിജയവും എൻ്റെ പരാജയവുമാണ് ഉണ്ടാകുന്നത്. അതെ സ്വാമിജി. അത് എന്നെ ആസ്വദിക്കുകയാണ്, ഞാൻ അതിനെ ആസ്വദിക്കുകയല്ല. മനസ്സിലായി സ്വാമിജി. ഒരു പഗ് മദ്യം കുടിച്ചു തുടങ്ങുമ്പോൾ ആസ്വദിക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ കുടിച്ചു കുടിച്ച് മുന്നേറുമ്പോൾ അവൻ്റെ കോശങ്ങളിലും അവൻ്റെ രക്തത്തിലും അവൻ്റെ മസ്തുളങ്കത്തിലും പ്രതിപ്രവർത്തിച്ച് മദ്യം ആസ്വദിക്കുകയാണ്.
അവൻ ആസ്വദിക്കുകയല്ല. അതെ, ശരിയാണ് സ്വാമിജി. അതുകൊണ്ടാണ് ഒരു പ്രത്യേക ലിമിറ്റ് കഴിഞ്ഞാൽ മദ്യം ഇയാളെ കൺട്രോൾ ചെയ്യിക്കാനും പറ്റാത്ത വിധം ആയി പോകുന്നത്. പിന്നെ ഇവൻ മദ്യത്തിൻ്റെ ഇഷ്ടത്തിന് നൃത്തം ചെയ്യുക. അതെ അതെ അതെ. സ്വന്തം സ്വാതന്ത്ര്യം കളഞ്ഞു കുളിച്ച് ആശയുടെ ഒരു സ്വാതന്ത്ര്യത്തിലെത്തി ആ ആഗ്രഹം യഥാകാമമല്ലാതെ വരുമ്പോൾ അവൻ്റെ കർമ്മങ്ങൾ വികലമാകുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പാപരേണുക്കൾ വ്യാധിയുടേതായ ജനനം നൽകുമ്പോൾ അവൻ്റെ കരളിന് വരുന്ന പരിണാമം, അവൻ്റെ അഗ്നിയാശയത്തിന് പാൻക്രിയാസിന് വരുന്ന പരിണാമം, വൃക്കകൾക്കുണ്ടാകുന്ന പരിണാമം, ഇതൊക്കെ രോഗങ്ങളിലേക്കുള്ള തുറന്നിട്ട വാതില. ആഗ്രഹങ്ങൾ ഏത് യഥാവിധി അല്ലാതായാലും രോഗത്തിൻ്റെ സാധ്യതയാണ്. അല്ല, വൈറസും അമീബയൊന്നും മാത്രമല്ല. ഒരാഗ്രഹം നടക്കുമെന്ന് സങ്കൽപ്പിച്ചുണ്ടാക്കുന്ന അനുകൂല ഭാവങ്ങളോടുകൂടിയ ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും വികാസം, ഒരാഗ്രഹം നടക്കുമോ എന്ന് സംശയം തോന്നുന്ന വേളയിൽ ഉണ്ടാകുന്ന ഹോർമോണുകളും എൻസൈമുകളും, ഒരാഗ്രഹം നടക്കില്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഭയസംഭ്രമ സന്ത്രാസാദികൾ, ശരീരത്തിൽ എത്ര തരം മാറ്റങ്ങളായി. ഇവയെല്ലാം നമ്മുടെ ആന്തരാവയവങ്ങളെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കും. ഇതാണ് ആലോചിക്കേണ്ടത്. തീർച്ചയായും സ്വാമിജി. ഇത് ആലോചിക്കുമ്പോഴാണ് ഒരാഗ്രഹം എന്ന് പറയുന്നത് നിസ്സാരമായ ഒന്നല്ല. കണക്കെഴുതി അപഗ്രഥിച്ച് വസ്തുനിഷ്ഠമായി നാം അറിയേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളെയാണെന്ന് പോലും തോന്നും. നമ്മുടെ അച്ഛൻ്റെ, നമ്മുടെ അപ്പൂപ്പൻ്റെ ഒക്കെ ആഗ്രഹങ്ങൾ എത്ര സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുണ്ട്. പറയൂ സ്വാമിജി. അതും ആലോചിക്കണം. അതെ, തീർച്ചയായും. ശരിയല്ലേ? ശരിയാണ് സ്വാമിജി. കാരണം ആ ആഗ്രഹങ്ങൾ അവിടെ കിടക്കുമ്പോൾ കഴിച്ച ആഗ്രഹത്തോടു കൂടി കഴിച്ച ആഹാരം, ആ ആഗ്രഹങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന ശ്വാസോച്ഛ്വാസം, ആ ആഗ്രഹങ്ങളോടുകൂടി കണ്ട കാഴ്ചകൾ, ഒരാഗ്രഹവേളയിൽ നമ്മുടെ കാഴ്ചകളെ ആഗ്രഹം സ്വാധീനിക്കുമോ, പരിമിതപ്പെടുത്തുമോ, സത്യസന്ധമാക്കുമോ, പാക്ഷികമാക്കുമോ? ആഗ്രഹത്തിൻ്റെ ഫലമായി കാണുന്ന കാഴ്ചകൾക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാൻ കഴിയുമോ? ആഗ്രഹം മതിച്ചു നിൽക്കുന്ന വേളയിൽ അതിന് അനുഗുണമല്ലാത്ത കാഴ്ചകളോട് നാം പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ ശാരീരികമായി മാനസികമായി എന്തു മാറ്റങ്ങൾ ഉണ്ടാവും?
തൻ്റെ ഒരു കമിതാവിനോടൊപ്പം ആഗ്രഹം വഹിച്ച് ഒരു വർത്തമാനം പറയുവാനോ ഒന്ന് സ്പർശിക്കുവാനോ ഒരുങ്ങുന്നൊരു വേളയിൽ തൻ്റെ അധ്യാപകനോ തൻ്റെ അച്ഛനോ അമ്മയോ അവർ ഈ രംഗം കണ്ടില്ലെങ്കിൽ കൂടി അതിലെ പോയാൽ കണ്ടുവോ എന്ന് സംശയിച്ചാൽ അവരെ പിന്നീട് കാണുമ്പോഴൊക്കെ നേരത്തെ ആക്രമിക്കുവാൻ തുടങ്ങുന്ന മനോഭാവങ്ങളുണ്ടാകുമോ? ഒരു രോഗം ഇത്തരത്തിൽ കാമത്തിൽ നിന്ന് ആവിർഭവിച്ച് വിപുലപ്പെട്ട് പല അവയവങ്ങളെയും കാർന്നു തിന്നാൻ പാകത്തിന് കോശങ്ങളുടെ സ്മരണയിലിരുന്ന് പൂർണ്ണങ്ങളായ കോശങ്ങൾ അവയെ അതിൻ്റെതായ വിഷയമായി അപഗ്രഥിച്ച് അതിൽ നിന്ന് പുതിയ കോശങ്ങൾക്കത് കൈമാറി വികസിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ ട്യൂമറുകളായോ വികലങ്ങളായ വലിച്ചിലുകളായോ വേദനകളായോ ഒക്കെ രൂപപ്പെടുത്തുമ്പോൾ ഭയവും സംഭ്രമവും സന്ത്രാസവും നൽകി അച്ഛൻ്റെ സാമീപ്യമോ അമ്മയുടെ സാമീപ്യമോ മകൻ്റെ സാമീപ്യമോ മകളുടെ സാമീപ്യമോ വിഷാദഗ്രസ്തമായ ഒരു നിമിഷത്തിൽ മസ്തുളങ്കത്തിലുണ്ടാക്കിയ ചിത്രം മസ്തുളങ്കത്തിൽ വെച്ച് അതിൻ്റെ അസോസിയേഷനിൽ മാറി മാറി ഈ ഭാവചലനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏതോ ഗിനിപ്പന്നിയിൽ പരീക്ഷിച്ച് ഒരു മരുന്ന് കൊണ്ടുപോയി വായിലേക്ക് ഇട്ടുകൊടുത്താൽ ഇതെല്ലാം അങ്ങ് വറ്റിപ്പോകുമെന്ന്, ഇതങ്ങ് കണ്ടിച്ച് കളഞ്ഞാൽ ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് വ്യാമോഹിക്കുന്ന വൈദ്യശാസ്ത്രങ്ങൾക്ക് എന്ത് നിലയുണ്ടാവും? സ്വാമിജി, എനിക്കിപ്പോൾ പെട്ടെന്ന് തോന്നുന്നതാണ് എൻ്റെ ഒരു അല്പ അറിവിൽ, ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊരു മനസ്സിൻ്റെ ഏരിയയാണെന്നും ചിലപ്പോൾ മനോവൈകല്യം വരാമെന്നും ആ മനോവൈകല്യത്തിന് മരുന്ന് കൊടുക്കാമെന്നും, അപ്പോൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള നമ്മുടെ ഒരു കണ്ടറിവ് അവരെ ഇങ്ങനെ മന്ദരാകുക, അത് സ്മൃതികളൊന്നും ഉണരാത്ത രീതിയിൽ ഇങ്ങനെ ഒരു അടിച്ചമർത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് ആ വ്യക്തി മാറുക എന്ന് പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ ആളുകൾ ഞാൻ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥയിലേക്കല്ലേ സ്വാമിജി നയിക്കുന്നത്? ഈ മെഡിസിൻ കൂടി നൽകുന്ന വിഭ്രമം, നേരത്തെ ഉണ്ടാകുന്ന വിഭ്രമം, അത് തിരിച്ചറിയാതെ ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിഭ്രമം, അങ്ങനെ മനസ്സിനും ശരീരത്തിനും കോശങ്ങളിലും നടക്കുന്ന ഒരു പരിണാമത്തിൻ്റെ സ്വഭാവം എങ്ങനെ ഇരിക്കും സ്വാമിജി? അത്ര മാത്രമല്ല, പറയൂ സ്വാമിജി. ഒരു സംഭവത്തിൽ നിന്ന്, ഒരു കാമത്തിൽ നിന്ന് ആ കാമം ഏകീകരിച്ച മനസ്സിൽ വളരെ ഋണാത്മകമായ വികലമായ ഒരു തപമുണ്ട്, അതെ, തീർച്ചയായും ഒരു താപവുമുണ്ട്. അതെ, അതിലേക്ക് മനസ്സ് വളരെ ഏകാഗ്രമായി കുടുങ്ങിക്കഴിഞ്ഞതുകൊണ്ടാണ് ഇതര കാര്യങ്ങളിലേക്കുള്ളതായ ചിന്തകളെല്ലാം നിരോധിച്ചിരിക്കുന്നത്. അതെ, അതെ. ഇവിടെ നിരോധനത്തിൻ്റെ അതിശക്തമായൊരു സ്വാതന്ത്ര്യത്തിലേക്ക് ഈ മനോരോഗിയെന്ന് നിങ്ങൾ മുമ്പ് പറഞ്ഞവൻ മാറിപ്പോകുമ്പോൾ അവൻ്റെ ദഹനേന്ദ്രിയ വ്യാപാരം, അവൻ്റെ ശ്വാസനിശ്വാസങ്ങൾ ഇവയൊക്കെ ഈ ഭൂമിയിലേക്ക് തന്നെയാണ് വിടുന്നത്, ഈ വായുവിലേക്ക് തന്നെയാണ് വിടുന്നത്. തീർച്ചയായും സ്വാമിജി. ഉപരി ആ സമയത്ത് അവനെ തിരിച്ചറിയാതെ അവനിലേക്ക് അന്യർക്ക് സുഖം വരാൻ, അവൻ എന്തുകൊണ്ടാണ് ആ വീട്ടിൽ ഇങ്ങനായത്, അതിലുള്ള അംഗങ്ങൾക്ക് കൂടി പങ്കുള്ളതുകൊണ്ട് ആ പങ്കിനെ പരിഗണിക്കാതെ അവൻ്റെ ബുദ്ധിയെ ഒതുക്കി നിർത്തി അവനിലേക്ക് രാസവസ്തുക്കൾ കടത്തിവിട്ട് അവനിലുണ്ടാകുന്ന രാസത്വരകങ്ങളുമായി പ്രതിപ്രവർത്തിച്ച് പ്രതികരിക്കാനാകാത്ത ഒരുത്തനായി ഇരുത്തിക്കഴിയുമ്പോൾ പ്രതികരിക്കാനാകാത്ത അവൻ്റെ അന്തരംഗത്തിനാണോ പ്രതികരിക്കുന്ന അന്തരംഗത്തിനാണോ ശക്തി കൂടുതൽ? പ്രതികരിക്കാത്ത അന്തരംഗത്തിന്.
പ്രതികരിക്കാത്ത അന്തരംഗത്തിൻ്റെ നിശബ്ദതയ്ക്കാണ് ശക്തി കൂടുതലെങ്കിൽ കൊടുത്ത വൈദ്യൻ്റെ, കൊടുത്ത ഡോക്ടറുടെ കുടുംബം അന്യം നിൽക്കുന്നതിൽ വരെ നീണ്ടുപോകാവുന്ന കോശ പരിണാമം അവിടെ ഉണ്ടാകുമോ? എനിക്ക് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടാത്തൊരു ഏരിയയാണ് സ്വാമിജി അത്. നമ്മളൊരു ഭ്രാന്തൻ എന്ന് നിസ്സാരമായി അങ്ങ് പറയുകയാണ്. അതെ, സമൂഹത്തിൻ്റെ ഉപോൽപ്പന്നമാണവൻ. അവൻ്റെ നിശബ്ദത പ്രതികരിക്കുന്നതിനേക്കാൾ ശക്തമായിരിക്കുമോ? ശക്തമായിരിക്കും സ്വാമിജി. ആണെങ്കിൽ ആ നിശബ്ദത ആ കുടുംബത്തെ എത്ര ഘോരാന്ധകാരത്തിൻ്റെ ലോകങ്ങളിലെത്തി. അമ്മ കഴിച്ച ഒരു ആഹാരത്തിൻ്റെ പരിണാമമായി അമ്മയിലെ അണ്ഡം ദുഷിച്ച് അമ്മയുടെ ശരീരഭാഗമായി തന്നെ പുറത്തേക്കെത്തിയ ഒരണ്ഡം ദോഷദൂഷ്യങ്ങളുടെ ലോകങ്ങൾ ഉണർത്തിയെത്തുമ്പോൾ മര്യാദാമസൃണമായി യഥാവിധി യഥായോഗ്യം പരിമിതങ്ങളായ മനോഹരങ്ങളായ ആഗ്രഹങ്ങളെ പോറ്റാതെ അന്യഥാവിധി ആഗ്രഹങ്ങളെ വളർത്തി ആഹാരം കഴിച്ച് ദുഷിപ്പിച്ച ഒരു ബീജം ആ അണ്ഡത്തോട് ചേർന്ന് അത് ദുഷിപ്പിച്ച മനസ്സുമായി ഒരുവൻ ജനിച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ ദുഷിച്ചു നിൽക്കുന്ന വ്യക്തിയുടെ അന്തരംഗത്ത് പ്രതികരിക്കാനാകാത്ത വിധം ഔഷധങ്ങൾ നൽകി തളച്ചിടുമ്പോൾ അവിടെ പ്രതികരിക്കാതെ കിടക്കുന്ന അംശങ്ങൾക്ക് മാതാവിൻ്റെയും പിതാവിൻ്റെയും മസ്തുളങ്കത്തിൽ, അവരിൽ നിന്നുണ്ടായ സഹോദരങ്ങളുടെ മസ്തുളങ്കത്തിൽ, അതിനോട് കൂടിച്ചേർന്ന് അവരോട് ആഹാരം കഴിച്ചിടപെടുന്ന ജനങ്ങളുടെ മസ്തുളങ്കത്തിൽ ഒക്കെ ആയിരം പരിണാമഭേദങ്ങളും അവരുടെ കർമ്മങ്ങളിൽ വൈകല്യങ്ങളും ന്യൂനാധിക യോഗങ്ങളും മിഥ്യാക്രമങ്ങളും ഉളവാക്കി അവരെയും അവരുടെ സന്തതി പരമ്പരകളെയും മാരകങ്ങളായ രോഗങ്ങളിലേക്ക് തള്ളിവിടുവാൻ പര്യാപ്തങ്ങളായ ഭാവങ്ങൾ നിശബ്ദമായി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് പഠിക്കുമ്പോഴാണ് സമൂഹം മാന്യമായ ലോകങ്ങളിലേക്ക് ഉയരുന്നത്.